ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ നമ്പർ 96. ഇൻ്റഗ്രൽ ഓഫ് ഇ റേസ് ടു സീക്ക് എക്സ് ഇൻറ്റു സീക്ക് എക്സ് ടാൻ എക്സ് ഡി എക്സ്. അതാണ് ക്വസ്റ്റ്യൻ. ഇൻ്റഗ്രൽ ഓഫ് ഇ റേസ് ടു സീക്ക് എക്സ് ഇൻറ്റു സീക്ക് എക്സ് ടാൻ എക്സ് ഡി എക്സ്. ഇവിടെ നമ്മൾ എന്തിനാണ് പുട്ട് ചെയ്യുന്നറിയോ? സീക്ക് എക്സിന് പുട്ട് ചെയ്യാം. സീക്ക് എക്സിന് ടീന്ന് പുട്ട് ചെയ്യാം. പിന്നെ ഡിഫറൻസിയേഷൻ നടത്തുമ്പോൾ സീക്ക് എക്സിന് ഡെറിവേറ്റീവ് സീക്ക് എക്സ് ടാൻ എക്സ് ഡി എക്സ് സീക്കൽ ഡി ടി. അല്ലേ ഇവിടെ സീക്കൽ ഇൻ്റഗ്രൽ ഓഫ് ഇ റേസ് ടു സീക്ക് എക്സിന് ടി എന്നാണ്. അപ്പോൾ ഇ റേസ് ടു ടി ഇൻറ്റു സീക്ക് എക്സ് ടാൻ എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ ഡി ടി ആണ്. ഇ റേസ് ടു ടി ഡി ടി ഉണ്ടാവും. ഇ റേസ് എക്സ് ഡി എക്സ് പോലെ ഇ റേസ് എക്സിൻ്റെ ഇൻ്റഗ്രൽ ഇ റേസ് എക്സ്, ഇ റേസ് ടു ടീൻ്റെ ഇൻ്റഗ്രൽ ഇ റേസ് ടു ടി. ഇത്രയേ ഉള്ളൂ. ടീനെ മാറ്റി കൊടുക്കാം. ടി എന്ന് പറഞ്ഞാൽ സീക്ക് എക്സ്. ഇപ്പോൾ ഇ റേസ് ടു സീക്ക് എക്സ് പ്ലസ് സി എന്നാണ് ആൻസർ. ഇ റേസ് ടു സീക്ക് എക്സ് പ്ലസ് സി. ക്വസ്റ്റ്യൻ ഇ റേസ് ടു സീക്ക് എക്സിൻ്റെ സീക്ക് എക്സ് ടാൻ എക്സ്. സീക്കിന് പുട്ട് ചെയ്യുക. സീക്കിൻ്റെ ഡെറിവേറ്റീവ് സീക്ക് എക്സ് ടാൻ എക്സ്. പുട്ട് ചെയ്യുമ്പോൾ ഡെറിവേറ്റീവ് എവിടെയെങ്കിലും ഉണ്ടാവും. അതുകൊണ്ടാണ് സീക്കിന് പുട്ട് ചെയ്യുന്നത്. സീക്കിന് ടീന്ന് പുട്ട് ചെയ്യുക. അപ്പോൾ അതിന് ഡെറിവേറ്റീവ് കാണുമ്പോൾ സീക്കിന് ഡെറിവേറ്റീവ് സീക്ക് എക്സ് ടാൻ എക്സ് ഡി എക്സ് ഈക്വൽ ഡി ടി എന്ന് എഴുതുക. ഇങ്ങോട്ട് വരിക. ഇൻ്റഗ്രൽ ഓഫ് ഇ റേസ് ടു സീക്ക് എക്സിന് പകരം ടി. അപ്പോൾ ഇ റേസ് ടു ടി ഇൻറ്റു സീക്ക് എക്സ് ടാൻ എക്സ് ഡി എക്സ് ഡി ടി ആണ്. അപ്പോൾ ഇ റേസ് ടു ടി ഡി ടിനായി. ഇ റേസ് ടു ടി ഡി ടി. ഇ റേസ് എക്സിൻ്റെ ഇ റേസ് എക്സ്. ഇ റേസ് ടു ടീൻ്റെ ഇൻ്റഗ്രൽ ഇ റേസ് ടു ടി തന്നെ. അപ്പോൾ ഇ റേസ് ടു ടി പ്ലസ് സി. അവസാനം ടീനെ മാറ്റി കൊടുക്കുക. ടീൻ്റെ വില സീക്ക് എക്സ് ആയതുകൊണ്ട് ഇ റേസ് ടു സീക്ക് എക്സ് പ്ലസ് സി. ഇതാണ് ക്വസ്റ്റ്യൻ നമ്പർ 96. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ നമ്പർ 97. 97 ആണ് ഇനി ചെയ്യാൻ പോകുന്നത്. ഇൻ്റഗ്രൽ ഓഫ് സൈൻ തീറ്റ ഡിവൈഡ് ബൈ 1 പ്ലസ് കോസ് സ്ക്വയർ തീറ്റ എന്നാണ് ക്വസ്റ്റ്യൻ. ഡി തീറ്റ എന്തിനാണ് പുട്ട് ചെയ്യേണ്ടത്? കോസിനെ പുട്ട് ചെയ്യാം. കോസിനെ പുട്ട് ചെയ്യുമ്പോൾ ഡെറിവേറ്റീവ് മൈനസ് സൈൻ തീറ്റ. മൈനസ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പാടെ ഉണ്ടാവും. അല്ലെങ്കിൽ സൈന് പുട്ട് ചെയ്യാൻ കോസ് തീറ്റ എന്നാണ്. കോസ് തീറ്റ അടിയിലായി പോയി. അതുകൊണ്ട് കാര്യമില്ല. അപ്പോൾ കോസിന് പുട്ട് ചെയ്യാം. കോസ് തീറ്റക്ക് പുട്ട് ചെയ്യാം. കോസ് തീറ്റ ഈസ് ഈക്വൽ ടു ടി. ഡിഫറൻസിയേഷൻ നടത്തുമ്പോൾ കോസിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ. അപ്പോൾ കോസ് തീറ്റൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ തീറ്റ ഡി തീറ്റ ഈസ് ഈക്വൽ ടു ഡി ടി. ഈ സൈഡ് തീറ്റ ആണ് ഡി തീറ്റ ആണ്. സൈഡ് ടി ആണ് ഡി ടി. മൈനസ് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ സൈൻ തീറ്റ ഡി തീറ്റ ഈസ് ഈക്വൽ ടു മൈനസ് ഡി ടി. ഇൻ്റഗ്രൽ ഓഫ് നമ്മൾ സൈൻ തീറ്റ ഡി തീറ്റ ആണ് മുകളിലുള്ളത്. അപ്പോൾ സൈൻ തീറ്റ ഡി തീറ്റ എന്നാൽ മൈനസ് ഡി ടി ഡിവൈഡ് ബൈ 1 പ്ലസ് കോസ് തീറ്റ ആണ് ടി. കോസ് സ്ക്വയർ തീറ്റ എന്ന് പറയുമ്പോൾ ടി സ്ക്വയർ ഉണ്ടാവും. മൈനസ് പുറത്തെടുത്താൽ 1/1 പ്ലസ് ടി സ്ക്വയർ അല്ലെങ്കിൽ ഡി ടി ഡിവൈഡഡ് ബൈ ഡി ടി ബൈ 1 പ്ലസ് ടി സ്ക്വയർ സീകലോ മൈനസ് ടാൻ 1/1 പ്ലസ് സ്ക്വയറിൻ്റെ ടാൻ ഇൻവേഴ്സ് എക്സ്. അപ്പോൾ മൈനസ് ടാൻ ഇൻവേഴ്സ് ടി പ്ലസ് സി അങ്ങനെയും പറയാം. അല്ലെങ്കിൽ ഇതിനെ കോട്ട് ഇൻവേഴ്സ് ടി എന്നും പറയാം. കാരണം മൈനസ് 1/1 പ്ലസ് സ്ക്വയറിൻ്റെ ഇൻ്റഗ്രൽ കോട്ട് ഇൻവേഴ്സ് ആണ്. ഒരാൾക്കിപ്പോൾ വേണം അങ്ങനെയും പറയാം. ഓർ കോട്ട് ഇൻവേഴ്സ് ടി പ്ലസ് സി എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ മൈനസ് പുറത്തെടുത്തിട്ട് 1/1 പ്ലസ് ടി സ്ക്വയറിൻ്റെ ടാൻ ഇൻവേഴ്സ് ടി അതുകൊണ്ട് മൈനസ് ടാൻ ഇൻവേഴ്സ് ടി. മൈനസ് ടാൻ ടി എന്ന് പറഞ്ഞാൽ കോസ് മൈനസ് ടാൻ ഇൻവേഴ്സ് കോസ് തീറ്റ എന്നും പറഞ്ഞാലും ആൻസർ കറക്റ്റാണ്. അല്ലെങ്കിൽ കോട്ട് ഇൻവേഴ്സ് ടി എന്ന് എഴുതിയിട്ട് കോട്ട് ഇൻവേഴ്സ് കോസ് തീറ്റ എന്നുണ്ടാവും. പ്ലസ് ഇങ്ങനെ എഴുതിയാലും മതി. ഒന്നുകൂടെ നോക്കാം. ക്വസ്റ്റ്യൻ സൈൻ തീറ്റ ഡി തീറ്റ ഡിവൈഡ് ബൈ 1 പ്ലസ് കോസ് സ്ക്വയർ തീറ്റ. കോസ് തീറ്റ പുട്ട് ചെയ്യുമ്പോൾ ഡിഫറൻസിയേഷൻ നടത്തുമ്പോൾ കോസിൻ്റെ മൈനസ് സൈൻ ആയതുകൊണ്ട് മൈനസ് സൈൻ തീറ്റ ഡി തീറ്റ ഈക്വൽ ഡി ടി. മൈനസ് അങ്ങോട്ട് എടുക്കുമ്പോൾ സൈൻ തീറ്റ ഡി തീറ്റ ഈക്വൽ മൈനസ് ഡി ടി. ക്വസ്റ്റ്യൻ്റെ മുകളിൽ സൈൻ തീറ്റ ഡി തീറ്റ അപ്പോൾ മുകളിൽ മൈനസ് ഡി ടി ഡിവൈഡ് ബൈ 1 പ്ലസ് കോസ് സ്ക്വയർ തീറ്റ എന്നാണ്. കോസ് തീറ്റക്ക് ടി ആണ്. ഇവിടെ കോസ് സ്ക്വയർ തീറ്റ ആണ് ടി സ്ക്വയർ മൈനസ് ഡി ടി ബൈ 1 പ്ലസ് ടി സ്ക്വയർ ഉണ്ടാവും. മൈനസ് പുറത്തെടുത്താൽ ഡി ടി ബൈ 1 പ്ലസ് ടി സ്ക്വയർ അല്ലെങ്കിൽ 1/1 പ്ലസ് ടി സ്ക്വയർ ഡി ടി എന്നും പറയാം.
1/1 + ടാൻ ഇൻവേഴ്സ് എക്സ്. അപ്പോൾ 1/1 + t² ടാൻ ഇൻവേഴ്സ് ടി. ഒരു മൈനസ് ഉണ്ട്, മൈനസ് ടാൻ ഇൻവേഴ്സ് ടി എന്നും പറയാം, കോട്ട് ഇൻവേഴ്സ് ടി എന്നും പറയാം. രണ്ട് നമ്മൾ ആൻസർ എഴുതിച്ചാണ്. അത് എങ്ങനെ വേണമെങ്കിൽ എഴുതാം. അവസാനം ടീൻ്റെ വരെ മാറ്റി കൊടുക്കും. മൈനസ് ടാൻ ഇൻവേഴ്സ് കോസ് തീറ്റ ഉണ്ടാവും, ടി കോസ് തീറ്റ ആണ്. അല്ലെങ്കിൽ കോട്ട് ഇൻവേഴ്സ് കോസ് തീറ്റ പ്ലസ് സി എന്നും എഴുതാം. ആണ് ക്വസ്റ്റ്യൻ നമ്പർ 97. നമ്മൾ ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ നമ്പർ 98. ക്വസ്റ്റ്യൻ നമ്പർ 98, ഇൻ്റഗ്രൽ ഓഫ് സൈൻ ക്യൂബ് എക്സ് കോസ് റേഷ്യോ 4x dx. ഈ ടൈപ്പിൽ ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്. സൈൻ ക്യൂബ് എക്സ് കോസ് റേഷ്യോ 4x dx. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഓഡ് പവറുള്ളത് നോക്കാം. ഓഡ് പവറുള്ള സൈൻ ക്യൂബിനാണ് ഓഡ് പവറുള്ളത്, മറ്റേ കോസ് റേഷ്യോ 4 ഈവൺ പവറാണല്ലോ. ഓഡ് പവറുള്ള സൈൻ ക്യൂബ് ആയിട്ട് സൈൻ ക്യൂബ് എക്സ് ആണ്. അല്ലാതെ ഒരു സൈൻ എക്സിനെ മാറ്റുക, അപ്പോൾ സൈൻ സ്ക്വയർ ആവും. സൈൻ സ്ക്വയർ എക്സ് ഇൻറ്റു കോസ് റേഷ്യോ 4x ഇൻറ്റു സൈൻ എക്സ് ഡി എക്സ്. സൈൻ ക്യൂബ് എക്സ് എന്ന ഒരു സൈൻ എക്സിനെ കൂടെ മാറ്റി സൈൻ എക്സ് ഡി എക്സ് നോക്കിയപ്പോൾ സൈൻ സ്ക്വയർ എക്സ് കോസ് റേഷ്യോ 4x dx എന്നായി. ഇനി നമ്മൾ ഈ സൈൻ സ്ക്വയറിന് 1 - cos square x എഴുതും. സൈൻ സ്ക്വയർ എക്സിന് 1 - cos square x ഇൻറ്റു കോസ് റേഷ്യോ 4x ഇൻറ്റു സൈൻ എക്സ് ഡി എക്സ് ഇൻറ്റു സൈൻ എക്സ് ഡി എക്സ്. ഇവിടെ നമ്മൾ ഇതൊന്ന് ബ്രേക്കർ മാറ്റി, ഇത് മാത്രം ഇടാം. ഇപ്പോൾ ഇൻ്റഗ്രൽ 1 × കോസ് റേഷ്യോ 4x കോസ് റേഷ്യോ 4x, കോസ് സ്ക്വയറും കോസ് റേഷ്യോ 4x ഗുണിച്ചാൽ കോസ് റേഷ്യോ 6x. ഏറേഷ്യോ എമ്മിൻ്റെ ഏറേഷ്യോ എം പ്ലസ് എന്നാണ്, 4 കൂട്ടിയ 6 കോസ് റേഷ്യോ 6x. പിന്നുള്ളൊരു സൈൻ എക്സ് ഡി എക്സ്. ഇനി നമ്മൾ കോസിനെ പുട്ട് ചെയ്യും. കോസിനെ പുട്ട് ചെയ്യുമ്പോൾ കോസിന് ഡെറിവേറ്റീവാണ് മൈനസ് സൈൻ. മൈനസ് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ സൈൻ എക്സ് ഡി എക്സ് കൂടെ ഉണ്ടാവും. അതിന് വേണ്ടിയിട്ട് നമ്മൾ കോസിനാണ് പുട്ട് ചെയ്യുക. കോസ് എക്സിന് ടി പുട്ട് ചെയ്യും. ഇപ്പോൾ ഡിഫറൻസിയേഷൻ നടത്തുമ്പോൾ കോസിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ് ഡി എക്സ് ഡി ടി. മൈനസ് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ സൈൻ എക്സ് ഡി എക്സ് സീക്കൽ മൈനസ് ഡി ടി എന്താ, മൈനസ് അങ്ങോട്ട് എടുക്കുക. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എന്താണെന്ന് പറയുക, ഇൻ്റഗ്രൽ ഓഫ് കോസ് റേഷ്യോ 4x, കോസ് എക്സ് ടി എന്നാണ്, ഇപ്പോൾ ടി റേഷ്യോ 4 എന്നാവും. കോസ് റേഷ്യോ 6x എന്നാൽ ടി റേഷ്യോ 6 എന്നാവും. ഇൻറ്റു പിന്നെ സൈൻ എക്സ് ഡി എക്സ്, സൈൻ എക്സ് ഡി എക്സ് മൈനസ് ഡി ടി എന്നാവും. മൈനസ് ആകുമ്പോൾ പുറത്ത് ഇങ്ങോട്ട് എടുക്കുകയാണെങ്കിൽ മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ടി റേഷ്യോ 4 മൈനസ് ടി റേഷ്യോ 6 ഡി ടി. അങ്ങനെ അങ്ങോട്ട് വേണം മൈനസ് ഇങ്ങോട്ട് എടുക്കുക. അല്ലെങ്കിൽ മൈനസ് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ടി റേഷ്യോ 6 മൈനസ് ടി റേഷ്യോ 4 എന്നാണ്. അങ്ങനെ എഴുതാം, അങ്ങനെ വേണമെങ്കിൽ എഴുതാം. ഒന്നുകൂടി ക്വസ്റ്റ്യൻ സൈൻ ക്യൂബ് എക്സിന് കോസ് റേഷ്യോ 4x dx എന്നാണ്. ഓഡ് പവറുള്ളത് സൈൻ ക്യൂബ് എക്സ് ആണ്. സൈൻ ക്യൂബ് എക്സ് എന്ന ഒരു സൈൻ എക്സിനെ മാറ്റുക. അപ്പോൾ സൈൻ സ്ക്വയർ എക്സ് കോസ് റേഷ്യോ 4x പിന്നെ ഒരു സൈൻ എക്സ് ഡി എക്സ് എന്നായി. ആ മാറ്റിയ സൈൻ എക്സിന് ഇങ്ങോട്ട് എഴുതി സൈൻ എക്സ് ഡി എക്സ്. എന്നിട്ട് സൈൻ സ്ക്വയറിനെ 1 - cos square x എന്ന് എഴുതാം. ഇതൊക്കെ കോസിലേക്ക് കൊണ്ടുവരണം. ഈ സൈൻ എക്സ് ഡി എക്സിൻ്റെ ഇങ്ങോട്ടുള്ളതൊക്കെ കോസിൽ വരണം. എന്നാലും കോസിന് പുട്ട് ചെയ്താൽ കോസിൻ്റെ ഡെറിവേറ്റീവാണ് മൈനസ് സൈൻ. മൈനസ് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ സൈനാണ് അവിടെ ഉള്ളത്. അതുകൊണ്ട് ഇതൊക്കെ കോസ് കൊണ്ടുവരാൻ വേണ്ടിയാണ് സൈൻ സ്ക്വയറിനെ 1 - cos square കൊണ്ടുവരുന്നത്. അങ്ങനെ സൈൻ സ്ക്വയറിനെ 1 - cos square x എന്ന് എഴുതി. പിന്നെ കോസ് റേഷ്യോ 4x സൈൻ എക്സ് ഡി എക്സ്. പിന്നെ ഇത് രണ്ട് മാത്രം ബ്രേക്കറ്റ് മാറ്റുക. ഇത് മാത്രം ഇവിടെ ഇങ്ങോട്ട് മാത്രം 1 കോസ് റേഷ്യോ 4 കോസ് റേഷ്യോ 4x മൈനസ് കോസ് സ്ക്വയറും കോസ് റേഷ്യോ 4 ഗുണിച്ചാൽ കോസ് റേഷ്യോ 6x. ഏറേഷ്യോ എമ്മിൻ്റെ ഏറേഷ്യോ എം പ്ലസ് എന്നാണ്. പവർ കൂട്ടുക 5 പഠിക്കുക. പവർ കൂട്ടുക 4 × 2 6 സൈൻ എക്സ് ഡി എക്സ്. എന്നിട്ട് കോസ് എക്സിനെ പുട്ട് ചെയ്യാം. കോസ് എക്സിനെ പുട്ട് ചെയ്യുമ്പോൾ ഡെറിവേറ്റീവ് എടുക്കണം. കോസിൻ്റെ മൈനസ് സൈൻ എക്സ് ആണ്. മൈനസ് സൈൻ എക്സ് ഡി എക്സ് ഡി ടി. മൈനസ് അങ്ങോട്ട് എടുത്താൽ സൈൻ എക്സ് ഡി എക്സ് മൈനസ് ഡി ടി. ഇൻ്റഗ്രൽ ഓഫ് കോസ് റേഷ്യോ 4 കോസിൻ്റെ ടി ആണ്. അപ്പോൾ കോസ് റേഷ്യോ 4 ആകുമ്പോൾ ടി റേഷ്യോ 4 മൈനസ് കോസ് റേഷ്യോ 6 ആകുമ്പോൾ ടി റേഷ്യോ 6 പിന്നെ സൈൻ എക്സ് ഡി എക്സിന് മൈനസ് ഡി ടി എന്നാണ്. പിന്നെ മൈനസ് പുറത്തെടുത്തിട്ട് ടി റേഷ്യോ 4 മൈനസ് ടി റേഷ്യോ 6 ഡി ടി. അവിടെ ഓട് പവറിൽ ഒറ്റ ഓട് വരുന്നത് ഒറ്റ സംഖ്യ പവറിൽ വരുന്നത് നോക്കുക. ഇതിനകത്ത് ഒന്ന് അങ്ങോട്ട് മാറ്റുക.
സൈനോ കോസ് എന്താണ് വരുന്നത് ഒന്നും അങ്ങോട്ട് മാറ്റി സൈൻ എക്സിനെ അങ്ങോട്ട് മാറ്റി സൈൻ സ്ക്വയർ എക്സ് എന്നായി കോസ് റേസ് 4x പിന്നെ സൈൻ എക്സ് ഡി എക്സ് സൈൻ സ്ക്വയർ 1 മൈനസ് കോസ് സ്ക്വയർ എക്സ് എഴുതി ഈ രണ്ട് ബ്രാക്കറ്റ് മാത്രം അത് മാറ്റുമ്പോൾ 1 കോസ് റേസ് 4x മൈനസ് കോസ് സ്ക്വയറും കോസ് റേസ് 4x കൂടി ഗുണിക്കുമ്പോൾ കോസ് റേസ് 6x ആയി പിന്നെ ഒരു സൈൻ എക്സ് ഡി എക്സ് പിന്നെ കോസ് എക്സിന് കൂട്ടി രണ്ട് ഇവിടെ കോസൊക്കെ കോസിലാണ് കോസിനെ കൂട്ടി ചെയ്യുക അപ്പോൾ മൈനസ് സൈൻ എക്സ് ഡി എക്സ് ഡി ടി എന്നായി മൈനസ് അങ്ങോട്ട് എടുക്കുമ്പോൾ സൈൻ എക്സ് ഡി എക്സ് മൈനസ് ഡി ടി എന്നായി പിന്നെ അങ്ങോട്ട് തന്നെ വരിക ഇൻ്റഗ്രൽ ഓഫ് കോസ് റേസ് 4 കോസ് എന്നാണ് ടി കോസ് റേസ് 4 ആകുമ്പോൾ ടി റേസ് 4 മൈനസ് കോസ് റേസ് 6 ആകുമ്പോൾ ടി റേസ് 6 പിന്നെ ബ്രാക്കറ്റിൻ്റെ പുറത്ത് സൈൻ എക്സ് ഡി എക്സിന് മൈനസ് ഡി ടി അങ്ങനെയാണ് അവിടെ വരെ കിട്ടി മൈനസ് അങ്ങോട്ട് പുറത്തെടുത്താൽ എന്താ പറയുക ടി റേസ് 4 മൈനസ് ടി റേസ് 6 ഡി ടി ഇതിനൊരു ഇൻ്റഗ്രേഷൻ മാത്രമേ ഉള്ളൂ മൈനസ് പുറത്ത് വെച്ച് ചെയ്യുകയാണെങ്കിൽ മൈനസ് ടി റേസ് 4ൻ്റെ ഇൻ്റഗ്രൽ ടി റേസ് 5 ഡിവൈഡ് ബൈ 5 മൈനസ് ടി റേസ് 6ൻ്റെ ടി റേസ് 7 ഡിവൈഡ് ബൈ 7 പ്ലസ് ഇത്രയേ ഉള്ളൂ അവസാനം ടീൻ്റെ വരെ മാറ്റി കൊടുക്കുമ്പോൾ ടി എന്ന് പറഞ്ഞാൽ കോസ് എക്സ് ആണ് ടി റേസ് 5 എന്ന് പറയുമ്പോൾ കോസ് റേസ് 5x ഡിവൈഡ് ബൈ 5 കോസ് റേസ് 7x ഡിവൈഡ് ബൈ 7 പ്ലസ് സി ഇവിടെ ഈ മൈനസ് ഇങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇങ്ങോട്ട് എടുത്തിട്ട് ആദ്യം കോസ് റേസ് 7x ബൈ 7 മൈനസ് കോസ് റേസ് 5x ബൈ 5 വേണമെങ്കിൽ എഴുതിയാൽ മതി ഒന്നുകൂടി ഇവിടെ എത്തിയതിന് ശേഷം മൈനസ് ഇങ്ങോട്ട് പുറത്തെടുക്കുമ്പോൾ ടി റേസ് 4 മൈനസ് ടി റേസ് 6 എന്നായി ഈ മൈനസ് ഇങ്ങോട്ട് പുറത്തെടുക്കുമ്പോൾ ഇൻ്റഗ്രൽ ഓഫ് ടി റേസ് 4 മൈനസ് ടി റേസ് 6 ഡി ടി മൈനസ് പുറത്തുണ്ട് ഇൻ്റഗ്രേഷൻ നടത്തുമ്പോൾ ടി റേസ് 4ൻ്റെ ടി റേസ് 5 ബൈ 5 മൈനസ് ടി റേസ് 6ൻ്റെ ടി റേസ് 7 ബൈ 7 ഒക്കെ നമുക്കറിയാം അവസാനം ടീൻ്റെ വരെ മാറ്റി കൊടുത്താൽ കഴിഞ്ഞു ടീൻ്റെ വരെ കോസ് ആവുകൊണ്ട് കോസ് മൈനസ് പുറത്തുണ്ട് കോസ് എക്സ് റേസ് ടു 5 എന്ന് പറഞ്ഞാൽ കോസ് റേസ് 5x ബൈ 5 മൈനസ് കോസ് എക്സ് റേസ് 7 എന്ന് പറഞ്ഞാൽ കോസ് റേസ് 7x എന്ന് എഴുതാം ബൈ 7 പ്ലസ് സി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 98 കഴിഞ്ഞ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 99 ആണ് ചെയ്യാൻ പോകുന്നത് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ വരുന്നതാണ് ഓട് വരുമ്പോൾ അങ്ങോട്ട് മാറ്റി എഴുതി സൈനിലോ അല്ലെങ്കിൽ കോസിലൊക്കെ മാറ്റി പുട്ട് ചെയ്ത് ഇൻറ്റഗ്രേഷൻ നടത്തുന്ന വരുന്ന ക്വസ്റ്റ്യനാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 99 ക്വസ്റ്റ്യൻ നമ്പർ 99 ഇൻ്റഗ്രൽ ഓഫ് സൈൻ ക്യൂബ് എക്സ് കോസ് സ്ക്വയർ എക്സ് ഡി എക്സ് സൈൻ ക്യൂബ് എക്സ് കോസ് സ്ക്വയർ എക്സ് ഡി എക്സ് അതിൽ ഓട് പവർ വരുന്നത് സൈൻ ക്യൂബാണ് സൈൻ ക്യൂബ് എന്ന ഒരു സൈൻ അങ്ങോട്ട് മാറ്റുക ഇൻ്റഗ്രൽ ഓഫ് സൈൻ സ്ക്വയർ എക്സ് പിന്നെ ഒരു കോസ് സ്ക്വയർ എക്സ് പിന്നെ ഈ മാറ്റിയ സൈൻ എക്സ് ഡി എക്സ് ഇൻ്റഗ്രൽ ഓഫ് ഒക്കെ കോസ് കൊണ്ടുവരണം എന്നെങ്കിൽ അതിന് ഡെറിവേറ്റീവ് സൈന് വരും അതുകൊണ്ട് സൈൻ സ്ക്വയറിന് 1 മൈനസ് കോസ് സ്ക്വയർ എക്സ് എന്ന് എഴുതും പിന്നെ ഒരു കോസ് സ്ക്വയർ എക്സ് പിന്നെ ഒരു സൈൻ എക്സ് ഡി എക്സ് ഇൻ്റഗ്രൽ ഓഫ് ഇത് രണ്ടും ബ്രാക്കറ്റ് മാറ്റുക 1ഉം കോസ് സ്ക്വയറും ഗുണിച്ചാൽ കോസ് സ്ക്വയർ എക്സ് കോസ് സ്ക്വയറും ഗുണിച്ചാൽ കോസ് റേസ് ടു 4x പിന്നെ ഒരു സൈൻ എക്സ് ഡി എക്സ് ഒന്നുകൂടിയും ഇനി നമ്മൾ കോസിനെ കൂട്ടി നേരത്തെ ചെയ്താൽ മതി തന്നെ കോസിനെ കൂട്ടി ചെയ്യാൻ പോകാം കോസ് എക്സിന് ടീന്ന് കൂട്ടി ചെയ്യുമ്പോൾ കോസിന് ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ് അപ്പോൾ മൈനസ് സൈൻ എക്സ് ഡി എക്സ് ഡി ടി സൈൻ എക്സ് ഡി എക്സ് മൈനസ് ഡി ടി ഞാൻ ചെയ്തു ഒന്നുകൂടി സൈൻ ക്യൂബ് എക്സ് കോസ് സ്ക്വയർ എക്സ് ഡി എക്സ് എന്നാണ് ഓട് പവർ സൈൻ ക്യൂബ് ആയതുകൊണ്ട് ഇന്നൊരു സൈൻ അങ്ങോട്ട് മാറ്റിയിട്ട് സൈൻ സ്ക്വയർ എക്സ് എന്ന് എഴുതാം പിന്നെ കോസ് സ്ക്വയർ എക്സ് എന്ന് എഴുതാം ഈ മാറ്റിയ സൈൻ എക്സ് ഡി എക്സിൻ്റെ അടുത്തേക്ക് എഴുതാം സൈൻ എക്സ് ഡി എക്സ് ക്ലിയർ ആയി ഉണ്ടാവും വിചാരിക്കാം ഓട് പവർ എന്നാൽ സൈനോ കോസോ നോക്കണ്ട എന്താണ് ഓട് പവർ വരുന്നത് അതിൻ്റെ അകത്ത് ഒന്നും അങ്ങോട്ട് മാറ്റുക അപ്പോൾ സൈൻ സ്ക്വയർ എക്സ് കോസ് സ്ക്വയർ എക്സ് സൈൻ എക്സ് ഡി എക്സ് എന്നായി എന്നിട്ട് സൈൻ സ്ക്വയറിന് 1 മൈനസ് കോസ് സ്ക്വയർ എക്സ് എന്ന് നമുക്കറിയാം സൈൻ സ്ക്വയർ എക്സിന് 1 മൈനസ് കോസ് സ്ക്വയർ എക്സ് എന്നാണ് എന്നിട്ട് ഇത് തമ്മിൽ ബ്രാക്കറ്റ് ഇത് രണ്ട് മാത്രം ബ്രാക്കറ്റുമ്പോൾ 1ഉം കോസ് സ്ക്വയറും ഗുണിച്ചാൽ കോസ് സ്ക്വയർ മൈനസ് കോസ് സ്ക്വയർ ഗുണിച്ചാൽ 2 കൂട്ടിയാൽ 4 വരും എറേഷ്യം പ്ലസ് n ഇപ്പോൾ കോസ് റേസ് 4x ബ്രാക്കറ്റിന് പുറത്ത് സൈൻ എക്സ് ഡി എക്സ് ഇവിടെ വരെ ഇനി പറയേണ്ട ആവശ്യമില്ല ഓടുന്ന സൈൻ ക്യൂബിൻ്റെ അകത്തുള്ള സൈൻ അങ്ങോട്ട് മാറ്റി അപ്പോൾ സൈൻ സ്ക്വയർ കോസ് സ്ക്വയർ സൈൻ എക്സ് ഡി എക്സ്
സൈൻ സ്ക്വയർ എക്സിന് 1 മൈനസ് കോസ് സ്ക്വയർ എക്സിന് എഴുതി. പിന്നെ ഇവിടെ കോസ് സ്ക്വയർ ഉണ്ട്, അവിടെ അത് തന്നെ. എന്നിട്ട് ഇത് രണ്ടും മാത്രം ബ്രാക്കറ്റ് മാറ്റും. 1ഉം കോസ് സ്ക്വയറും ഗുണിച്ചാൽ കോസ് സ്ക്വയർ എക്സ് മൈനസ് കോസ് സ്ക്വയറും ഗുണിച്ചാൽ കോസ് റേസ് 4x ബ്രാക്കറ്റിന് പുറത്ത് സൈൻ എക്സ് ഡി എക്സ്. ഒരു കോസിനെ പൊട്ടിയത്, കോസിന് ഡെറിവേറ്റീവാണ് മൈനസ് സൈൻ എക്സ്, അതുകൊണ്ടാണ് കോസിനെ പൊട്ടിയത്. ഇപ്പോൾ കോസിന് ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ് ഡി എക്സ് ഡി ടി എന്നായി. മൈനസിന് അങ്ങോട്ട് എടുക്കുമ്പോൾ സൈൻ എക്സ് ഡി എക്സ് മൈനസ് ഡി ടി കഴിഞ്ഞ ക്വസ്റ്റ്യൻ ചെയ്തത് തന്നെയാണ്. ഇനി ഇവിടെ നമ്മൾ എത്തിയത്. ഇനി ബാക്കി നോക്കാം കേട്ടോ. ഇൻ്റഗ്രൽ ഓഫ് കോസ് സ്ക്വയർ എക്സ് മൈനസ് കോസ് റേസ് 4x ബ്രാക്കറ്റിന് പുറത്ത് സൈൻ എക്സ് ഡി എക്സ് ഇടാന്നുള്ളത്. എടുത്തതിന് ശേഷമാണ് നമ്മൾ കോസിന് പുട്ട് ചെയ്ത്. അപ്പോൾ മൈനസ് സൈൻ എക്സ് ഡി എക്സ് ഈക്വൽ ഡി ടി, സൈൻ എക്സ് ഡി എക്സ് ഈക്വൽ മൈനസ് ഡി ടി എന്ന് എഴുതി. ഇനി ക്വസ്റ്റ്യൻ നോക്കുക. ഇൻ്റഗ്രൽ ഓഫ് കോസ് എക്സ് ടി ആണ്. ഇത് കോസ് സ്ക്വയർ ആകുമ്പോൾ ടി സ്ക്വയർ മൈനസ് ടി റേസ് ടു 4, ഇത് ടി സ്ക്വയർ ആയി, മൈനസ് ഇത് ടി റേസ് 4 ആയി. പിന്നെ സൈൻ എക്സ് ഡി എക്സ് ഞാൻ മൈനസ് ഡി ടി ആയി. ഒന്നുകൂടി ഇൻ്റഗ്രൽ ഓഫ് സ്ക്വയർ ആണ്, കോസ് എക്സ് ആണ് ടി, ഇത് കോസ് സ്ക്വയർ ആകുമ്പോൾ ടി സ്ക്വയർ മൈനസ് കോസ് റേസ് 4 ആവുമ്പോൾ ടി റേസ് ടു 4, പിന്നെ ബ്രാക്കറ്റിന് പുറത്ത് സൈൻ എക്സ് ഡി എക്സ് ആണ്. സൈൻ എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ മൈനസ് ഡി ടി എന്നാണ്. അപ്പോൾ അങ്ങനെ ഈ സ്റ്റെപ്പ് കിട്ടി. ഇനി ഒരു ഇൻ്റഗ്രേഷൻ നടത്താനേ ഉള്ളൂ. കോസ് സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ കോസ് എക്സ് എന്ന് പറഞ്ഞാൽ ടി ആണ്. ഇപ്പോൾ കോസ് സ്ക്വയർ എക്സ് ആകുമ്പോൾ ടി സ്ക്വയർ എന്നാവും മൈനസ് കോസ് റേസ് 4x ആണ്. കോസ് എക്സ് ആണ് ടി, അപ്പോൾ കോസ് റേസ് 4 എന്ന് പറയുമ്പോൾ ടി റേസ് 4 എന്നാവും. പിന്നെ ബ്രാക്കറ്റിൻ്റെ പുറത്ത് സൈൻ എക്സ് ഡി എക്സ് എന്നുള്ളത്. സൈൻ എക്സ് ഡി എക്സിന് അവിടെ മൈനസ് ടി ടി നമുക്ക് കിട്ടി. കാരണം കോസിന് ടി എന്ന് കൂട്ടി ചെയ്യുമ്പോൾ കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ് എന്നാണ്. പിന്നെ ഒരു ഡി എക്സും ഈക്വൽ ഡി ടി ഇടും. മൈനസിന് അങ്ങോട്ട് മാറ്റുമ്പോൾ സൈൻ എക്സ് ഡി എക്സ് മൈനസ് ഡി ടി എന്നാണ്. അപ്പോൾ സൈൻ എക്സ് ഡി എക്സിന് പകരം മൈനസ് ഡി ടി എന്ന് എഴുതി. ഇനി ഇൻ്റഗ്രേഷൻ മൈനസ് വേണം പുറത്തെടുക്കുക. മൈനസ് പുറത്തെടുത്താൽ പിന്നെ ടി സ്ക്വയർ മൈനസ് ടി റേസ് 4 ഡി ടി ആയി. ഈ മൈനസ് അങ്ങോട്ട് പുറത്തെടുത്താൽ ടി സ്ക്വയർ മൈനസ് ടി റേസ് 4 ഡി ടി. ഇനി ഒരു ഇൻ്റഗ്രേഷൻ നടത്താനേ ഉള്ളൂ. ഒരു മൈനസ് പുറത്തുണ്ട്. ടി സ്ക്വയറിൻ്റെ ഇൻ്റഗ്രൽ ടി ക്യൂ ബൈ 3 ടി റേസ് 4ൻ്റെ ടി റേസ് 5 ഡിവൈഡ് ബൈ 5 പ്ലസ് സി. ഇനി ടീൻ്റെ വരെ മാറ്റി കൊടുക്കുന്ന ഒറ്റ സ്റ്റെപ്പ് കൂടി മാത്രമേ എഴുതാനുള്ളൂ. മൈനസ് ഓഫ് ടി ക്യൂബ് എന്ന് പറഞ്ഞാൽ കോസ് എക്സിൻ്റെ ക്യൂബ്, കോസ് ക്യൂബ് എക്സ് ബൈ 3 മൈനസ് കോസ് റേസ് 5x ഡിവൈഡ് ബൈ 5 പ്ലസ് സി. അപ്പോൾ അവിടെ നമുക്ക് ടി സ്ക്വയർ മൈനസ് ടി റേസ് 4 മൈനസ് ഡി ടി എന്ന് കിട്ടി. ഈ മൈനസ് അങ്ങോട്ട് പുറത്തെടുക്കുമ്പോൾ ഇൻ്റഗ്രൽ ഓഫ് ടി സ്ക്വയർ മൈനസ് ടി റേസ് 4 ഡി ടി എന്നായി. മൈനസ് പുറത്തെടുക്കുമ്പോൾ ടി സ്ക്വയർ മൈനസ് ടി റേസ് 4 ഡി ടി ആയി. ടി സ്ക്വയറിൻ്റെ ഇൻ്റഗ്രൽ ടി മൈനസ് പുറത്തുണ്ടേ. ടി സ്ക്വയറിൻ്റെ ഇൻ്റഗ്രൽ ടി ക്യൂ ബൈ 3 മൈനസ് ടി റേസ് 5ൻ്റെ ടി റേസ് 4ൻ്റെ ഇൻ്റഗ്രൽ ടി റേസ് ടു 5 ഡിവൈഡ് ബൈ 5 അതൊക്കെ നമുക്കറിയാം പ്ലസ് സി. അവസാനം ടീനെ മാറ്റി കൊടുക്കുക. പുറത്ത് മൈനസ് ഉണ്ട്. ബ്രാക്കറ്റിനകത്ത് ടി എന്ന് പറഞ്ഞാൽ കോസ് എക്സ്, അപ്പോൾ ടി ക്യൂബാണ് കോസ് ക്യൂബ് എക്സ് ബൈ 3 മൈനസ് ടി റേസ് 5 ആകുമ്പോൾ കോസ് റേസ് 5x ഡിവൈഡ് ബൈ 5 പ്ലസ് സി. അപ്പോൾ കോസ് പുട്ട് ചെയ്ത് മൈനസ് സൈനസ് ഡി എസ് ഡി ടി എഴുതി, സൈനസ് ഡി എസ് മൈനസ് ഡി ടി എഴുതി. ആ വില മൈനസ് ഡി ടി ഒക്കെ കൂടെ കൊടുത്ത് പിന്നെ സാധാരണ പോലെ ഇൻ്റഗ്രേഷൻ നടത്തി ആ മൈനസ് അങ്ങോട്ട് പുറത്തെടുത്ത്. അപ്പോൾ ടി സ്ക്വയർ മൈനസ് ടി റേസ് 4 എന്നായി. എന്നിട്ട് ഇൻ്റഗ്രേഷൻ നടത്തുക. ടി സ്ക്വയറിന് ടി ക്യൂ ബൈ 3 ടി റേസ് 4ന് ടി റേസ് 5 ബൈ 5 ഒക്കെ നമുക്കറിയാം. അങ്ങനെ ഇൻ്റഗ്രേഷൻ നടത്തി പിന്നെ ടീൻ്റെ വില എടുക്കണം. ടീൻ്റെ വില എന്താണോ പ്രോസസ് ആണ് ആ വില ഒന്ന് കൊടുത്താടെ വെച്ചാൽ വേറെ ചെയ്യേണ്ട. ഇതാണ് ക്വസ്റ്റ്യൻ നമ്പർ 99 നമ്മൾ ചെയ്ത് കഴിഞ്ഞത്. ക്വസ്റ്റ്യൻ നമ്പർ 99. ഇപ്പോൾ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ഷുവറാണ്. ഈ രീതിയിലൊരു ക്വസ്റ്റ്യൻ ഷുവറാണ്. ഇങ്ങനെ ഓട് പവർ വരും, അങ്ങോട്ട് മാറ്റും. ചിലപ്പോൾ സൈനായി, ചില കോസായും. ഓട് പവർ വരുന്ന സൈനാവോ കോസാവോ എന്തായാലും അതിനൊന്നും അങ്ങോട്ട് മാറ്റിയിട്ട് ബാക്കിയുള്ള മാറ്റിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തി സൈനോ കോസിനോ പുട്ട് ചെയ്യാം. കോസിനെ പുട്ട് ചെയ്യുമ്പോൾ അവിടെ സൈൻ എക്സ് ആണെങ്കിലും കോസിനായി പുട്ടുണ്ട് ചെയ്യാം. അവിടെ കോസ് എക്സ് ആണെങ്കിലും ഇവിടെ സൈനായി പുട്ട് ചെയ്യുക. കാരണം സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവാണ് കോസ് എക്സ് ഡി എക്സ്. അപ്പോൾ അത് ചെയ്ത് പഠിച്ചവർക്ക് ഒരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 100. ക്വസ്റ്റ്യൻ നമ്പർ 100 ആണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യനോട് ഈ സെക്ഷനിലേക്ക് കൂടി അദ്ദേഹം ചെയ്യുന്നത് ഇന്ന് ഈ ക്വസ്റ്റ്യനോട് ചെയ്യണല്ലോ. ക്വസ്റ്റ്യൻ നമ്പർ 100 പറയുന്നത് ഇൻ്റഗ്രൽ ഓഫ് കോസ് റേസ് 7x ഡി എക്സ്. ഇൻ്റഗ്രൽ ഓഫ് കോസ് റേസ് 7x ഡി എക്സ്.
കോസ് റേഷ്യോ 7, അതിൻ്റെ കൂടെ വേറെ സൈൻ സ്ക്വയറോ ഒന്നുമില്ല. കോസ് റേഷ്യോ 7 ആണ്. ഈ ഓടാണ് കോസ് റേഷ്യോ 7x dx. അങ്ങനെ വരുമ്പോൾ ഓടായതുകൊണ്ട് അതിൻ്റെ അകത്ത് തന്നെ മാറ്റുക, ഇതിന്നാണ് ഒന്നും കൂടെ മാറ്റുക. അപ്പോൾ ഇൻ്റഗ്രൽ ഓഫ് കോസ് റേഷ്യോ 6x ഇൻറ്റു കോസ് എക്സ് ഡി എക്സ്. കോസ് റേഷ്യോ 7x ഓടാണ്, അപ്പോൾ അതിൻ്റെ അകത്തൊരു കോസിനെ അങ്ങോട്ട് മാറ്റുക. അപ്പോൾ കോസ് റേഷ്യോ 6x ഇൻറ്റു കോസ് എക്സ് ഡി എക്സ് എന്നാവും. ഉണ്ടാകും കോസ് മാത്രമേ എടുക്കാം, കോസും സൈനും കൂടി ഒന്നുമില്ല. കഴിഞ്ഞ തരയിലേക്ക് കോസും സൈനും ഒക്കെ ഉണ്ടായിരുന്നു, പവറൊക്കെ ഉള്ള ഉണ്ടായിരുന്നു. ഇവിടെ കോസ് മാത്രമേ ഉള്ളൂ, ചിലപ്പോൾ സൈന് മാത്രമേ ചെയ്യും സൈന്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിൻ്റെ അകത്ത് ഒന്നാം കൂടെ മാറ്റുക. എന്നിട്ട് കോസ് റേസ് 6x നമ്മൾ കോസ് സ്ക്വയർ റേസ് ടു 3 എഴുതാം. കോസ് സ്ക്വയർ എക്സ് റേസ് ടു 3 എഴുതാം. കോസ് സ്ക്വയർ എക്സ് റേസ് ടു 3 കോസ് റേസ് 6 എറേഷ്യോ എമ്മിൻ്റെ എറേഷ്യം ഹോൾ റേഷ്യോ എന്ന് പറഞ്ഞാൽ എറേഷ്യോ എമ്മനാണ്. അങ്ങനെ അറിയാമല്ലോ, എറേഷ്യോ ഒക്കെ ചെറിയ ക്ലാസ് പഠിക്കും മറന്നില്ല. എറേഷ്യം ഹോൾ റേഷ്യോ എന്ന് പറഞ്ഞാൽ എറേഷ്യോ എം ഇതിനോട് ഗുണിച്ചാൽ മതി, എറേഷ്യോ എമ്മൻ. അപ്പോൾ കോസ് സ്ക്വയർ എക്സ് അതിൻ്റെ റേഷ്യോ 3 എന്ന് പറയുമ്പോൾ കോസ് റേസ് ടു 6 വരും. 2, 3, 6 ഇത് ഗുണിക്കുമ്പോൾ റേഷ്യോ 6 ഉണ്ടാവും. അപ്പോൾ കോസ് 6x നമുക്ക് എന്ത് ചെയ്യാം, കോസ് സ്ക്വയർ എക്സ് റേസ് ടു 3 എന്ന് എഴുതാം. കോസ് സ്ക്വയർ എക്സ് റേസ് ടു 3, അപ്പോൾ അത് റെഡി. ഇൻറ്റു കോസ് എക്സ് ഡി എക്സ്. കോസ് സ്ക്വയർ എക്സിനെ 1 മൈനസ് സൈൻ സ്ക്വയർ എക്സ് എന്ന് എഴുതാം. കോസ് സ്ക്വയർ എക്സിന് എന്ത് ചെയ്താൽ 1 മൈനസ് സൈൻ സ്ക്വയർ എക്സ് റേസ് ടു 3 ഇൻറ്റു കോസ് എക്സ് ഡി എക്സ്. അവിടെ ഇനി എ മൈനസ് ബി ഹോൾ ക്യൂബ് എന്നുള്ള റിസൾട്ടും കൂടി നമുക്ക് അറിയേണ്ടതുണ്ട്. എ മൈനസ് ബി ഹോൾ ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താ അറിയാം, എ മൈനസ് ബി ഹോൾ ക്യൂബ് എന്ന് പറഞ്ഞാൽ എ ക്യൂബ് മൈനസ് 3a സ്ക്വയർ ബി പ്ലസ് 3ab സ്ക്വയർ മൈനസ് ബി ക്യൂബ് എന്നുള്ള ഒരു റിസൾട്ടാണ് എ മൈനസ് ബി ഹോൾ ക്യൂബ്. എ മൈനസ് ബി ഹോൾ ക്യൂബ് എന്നുള്ള റിസൾട്ട് നമുക്ക് ഇവിടെ ആവശ്യമാണ്. എ മൈനസ് ബി ഹോൾ ക്യൂബ് എ ക്യൂബ് മൈനസ് 3a സ്ക്വയർ ബി പ്ലസ് 3ab സ്ക്വയർ മൈനസ് ബി ക്യൂബ് എന്നുള്ള ഒരു റിസൾട്ടാണ് എ മൈനസ് ബി ഹോൾ ക്യൂബിൻ്റെ റിസൾട്ട് നമ്മളോട് ആവശ്യമാണ്. അത് ഉപയോഗിച്ച് 1 മൈനസ് സൈൻ സ്ക്വയർ എക്സ് നമ്മൾ മാറ്റും. 1 മൈനസ് സൈൻ സ്ക്വയർ എക്സ് നമ്മൾ മാറ്റിയ ഒരു സ്റ്റെപ്പ് മാത്രം നോക്കുക. ഇൻ്റഗ്രൽ ഓഫ് എ മൈനസ് ബി, ഇത് എ ഇത് ബി, എ മൈനസ് ബി ഹോൾ ക്യൂബ് എന്നാണ്. എ ക്യൂബ് എന്ന് പറഞ്ഞാൽ 1 ക്യൂബ് മൈനസ് 3a സ്ക്വയർ ബി. 3 ഇൻറ്റു എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ സ്ക്വയർ, 3 ഇൻറ്റു ഒന്നാമത്തെ സ്ക്വയർ ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ രണ്ടാമത്തേത് സൈൻ സ്ക്വയർ എക്സ്. 3a സ്ക്വയർ ബി പ്ലസ് 3ab സ്ക്വയർ. 3 ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ 1 ആണ്. ബി സ്ക്വയർ ഞാൻ സൈൻ സ്ക്വയർ എക്സിൻ്റെ സ്ക്വയർ. സൈൻ സ്ക്വയർ എക്സിൻ്റെ സ്ക്വയർ അതാണ് 3ab സ്ക്വയർ മൈനസ് ബി ക്യൂ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തേതിൻ്റെ ക്യൂബ്. രണ്ടാമത്തേത് സൈൻ സ്ക്വയർ എക്സ് ആണ്, അതിൻ്റെ ക്യൂബ്. പിന്നെ കോസ് എക്സ് ഡി എക്സ്, പുറത്ത് കോസ് എക്സ് ഡി എക്സ് ആണ്, പുറത്ത് കോസ് എക്സ് ഡി എക്സ്. ഇതാണ് എ മൈനസ് ബി ഹോൾ ക്യൂബിൻ്റെ എക്സ്പാൻഷൻ ആണെന്ന് പറയാം. ആദ്യം കോസ് റേസ് 7x എന്ന് പറഞ്ഞാൽ കോസ് റേസ് 6xന് കോസ് നമുക്കറിയാം, എന്തായാലും നമുക്കറിയാം. കോസ് റേസ് 7xന് കോസ് റേസ് 6xന് കോസ് എക്സ് എഴുതാം. ഒരു കോസ് റേസ് 6xന് കോസ് സ്ക്വയർ റേസ് 3 എഴുതാം. അപ്പോൾ കോസ് റേസ് 6 ആണ് വരും. കോസ് സ്ക്വയർ എക്സിന് റേസ് 3 എഴുതാം, അത് കറക്റ്റായി. കോസ് എക്സ് ഡി എക്സ്. കോസ് സ്ക്വയർ എക്സിന് 1 മൈനസ് സൈൻ സ്ക്വയർ എക്സ് എന്ന് ഇത് നമുക്കറിയാം. കോസ് സ്ക്വയർ എക്സിന് 1 മൈനസ് സൈൻ സ്ക്വയർ എക്സ് എന്ന് എഴുതാം. പിന്നെ അതിൻ്റെ റേസ് 3, പിന്നെ പുറത്ത് ഒരു കോസ് എക്സ് ഡി എക്സ്. അപ്പോൾ കോസ് റേസ് 7 ഒരു കോസിന് അങ്ങോട്ട് മാറ്റി കോസ് റേസ് 6 എന്നായി. കോസ് റേസ് 6ന് കോസ് സ്ക്വയറിൻ്റെ റേസ് 3 എന്ന് എഴുതി. ഒരു കോസ് സ്ക്വയറിന് 1 മൈനസ് സൈൻ സ്ക്വയർ എക്സ് എന്ന് എഴുതി. അപ്പോൾ 1 മൈനസ് സൈൻ സ്ക്വയറിൻ്റെ റേസ് 3 ഹോൾ റേസ് 3യും പിന്നെ ഒരു ഇൻറ്റു കോസ് എക്സ് ഡി എക്സും ആണുള്ളത്. ഇനി ഇത് എ മൈനസ് ബി ഹോൾ ക്യൂബ് ഫോമാണ്. ഇത് എ എന്ന് പറഞ്ഞാൽ 1 ആണ്, ബി എന്ന് പറഞ്ഞാൽ സൈൻ സ്ക്വയർ എക്സ് ആണ്, സൈൻ എക്സ് അല്ല, ബി എന്ന് പറഞ്ഞാൽ സൈൻ സ്ക്വയർ എക്സ്. അങ്ങനെ എ മൈനസ് ബി ഹോൾ ക്യൂബ് എന്നുള്ള റിസൾട്ട് ഇവിടെ അപ്ലൈ ചെയ്യുന്ന സ്റ്റെപ്പും കൂടി നോക്കിയിട്ട് അടുത്ത സ്റ്റേജിലേക്ക് പോവാം. എ മൈനസ് ബി ഹോൾ ക്യൂബ് എന്ന് പറഞ്ഞാൽ എ ക്യൂബ് മൈനസ് 3a സ്ക്വയർ ബി പ്ലസ് 3ab സ്ക്വയർ മൈനസ് ബി ക്യൂബ്. 10 മൊബൈലൊക്കെ പഠിക്കുന്നതാണ്. സാധാരണ നമ്മൾ പിന്നെ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന ഉണ്ടായിരുന്നു. മാത്രമല്ല 10 വരുന്ന ദിവസം 10 10th പ്രോബ്ലം അധികം കുറവായിരിക്കും, റിസൾട്ട് അധികം കുറവായിരിക്കും. അതിൻ്റെ താഴെ ക്ലാസ്സിൽ റിസൾട്ട് നമുക്ക് ആവശ്യമുള്ളത്. എന്തായാലും എ മൈനസ് ബി ഹോൾ ക്യൂബിൻ്റെ റിസൾട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. A 1 ആണ്, B
സൈൻ സ്ക്വയർ എക്സ് ആണ്. അപ്പോൾ എ ക്യൂബ് എന്ന് പറഞ്ഞാൽ 1 ക്യൂബ് മൈനസ് 3a സ്ക്വയർ ബി 3 ഇൻറ്റു 1 സ്ക്വയർ ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ സൈൻ സ്ക്വയർ എക്സ് 3 ഇൻറ്റു 1 സ്ക്വയർ എക്സ് ഇൻറ്റു 3 ഇൻറ്റു 1 സ്ക്വയർ ഇൻറ്റു സൈൻ സ്ക്വയർ എക്സ് പ്ലസ് 3ab സ്ക്വയർ. അപ്പോൾ 3 ഇൻറ്റു 1 ഇൻറ്റു ബിയിലെ സ്ക്വയറിന് സൈൻ സ്ക്വയറിൻ്റെ സ്ക്വയർ 3ab സ്ക്വയർ മൈനസ് ഇട്ടിട്ട് ബി ക്യൂബ് എന്നാൽ രണ്ടാമത്തെ ക്യൂബ്, രണ്ടാമത്തെ സൈൻ സ്ക്വയർ എക്സ് ആണ്. സൈൻ സ്ക്വയർ എക്സിൻ്റെ ക്യൂബ് ഒന്ന് സിംപ്ലിഫൈ ചെയ്തിട്ട് പുട്ട് ചെയ്യുക. ഇത് എ മൈനസ് ബി ഹോൾ ക്യൂബ്, ഇത് എ ആണ് 1, സൈൻ സ്ക്വയർ എക്സ് ആണ് ഇവിടുത്തെ ബി, പിന്നെ അതിൻ്റെ ക്യൂബ് ഇൻറ്റു കോസസ് ഡി എക്സ് എന്നാണ് ക്വസ്റ്റ്യൻ. എ മൈനസ് ബി ഹോൾ ക്യൂബ് ആണ്. എ ക്യൂബ് എന്ന് പറഞ്ഞാൽ 1 ക്യൂബ് മൈനസ് 3a സ്ക്വയർ ബി എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു 1 സ്ക്വയർ ഇൻറ്റു സൈൻ സ്ക്വയർ എക്സ് പിന്നെ പ്ലസ് 3ab സ്ക്വയർ 3 ഇൻറ്റു എ ഒന്നാമത്തത് ഇൻറ്റു 3 ഇൻറ്റു 1 ഇൻറ്റു രണ്ടാമത്തെ സ്ക്വയർ സൈൻ സ്ക്വയർ എക്സിൻ്റെ രണ്ടാമത്തെ സൈൻ സ്ക്വയർ എക്സ് ആണ്. ചിലപ്പോൾ നിങ്ങൾ സൈൻ സ്ക്വയർ എക്സ് ഹോൾ സ്ക്വയർ ചെയ്തതിന് പകരം സൈൻ സ്ക്വയർ എക്സ് മാത്രമേ ഇരിക്കുകയുള്ളൂ. രണ്ടാമത്തെ സ്ക്വയർ, രണ്ടാമത്തെ തന്നെ സൈൻ സ്ക്വയർ ആണ്. അതിൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ സൈൻ സ്ക്വയർ എക്സ് ഹോൾ സ്ക്വയർ ഉണ്ടാവും പ്ലസ് 3ab സ്ക്വയർ പിന്നെ മൈനസ് ബി ക്യൂബ്, ഒരു മൈനസ് ഇടുക. ബി ക്യൂബ് എന്ന് പറഞ്ഞാൽ രണ്ടാമത്തേൻ്റെ ക്യൂബ്, രണ്ടാമത്തെ തന്നെ സൈൻ സ്ക്വയർ എക്സ് ആണ്. രണ്ടാമത്തെ തന്നെ സൈൻ സ്ക്വയർ എക്സ് ആണ്. അതിൻ്റെ ക്യൂബ് എന്ന് പറയുമ്പോൾ സൈൻ സ്ക്വയർ എക്സിൻ്റെ ക്യൂബ് മൈനസ് ഇട്ടിട്ട് പിന്നെ സൈൻ സ്ക്വയർ എക്സിൻ്റെ ക്യൂബ് പിന്നെ പുറത്തൊരു കോസ് എക്സ് ഡി എക്സ് ഉണ്ട്. ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് ഒരു സ്റ്റെപ്പ് കൂടി ചെയ്യുക. ഇല്ലെങ്കിൽ 1 ക്യൂബ് 1 ആണ് മൈനസ് 3 ഇൻറ്റു 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3 തന്നെ 3 സൈൻ സ്ക്വയർ എക്സ് ഇവിടെ എത്തി പ്ലസ് 3 സൈൻ റേഷ് 4x സൈൻ സ്ക്വയർ സൈൻ റേഷ് 4 ഏറേഷ്യം ഹോൾഡേഷൻ ഏറേഷ്യം എം എന്നാണ് 2 2 4. അപ്പോൾ 3 സൈൻ റേഷ് 4x മൈനസ് സൈൻ സ്ക്വയറിൻ്റെ റേഷ്യോ 3 സൈൻ റേഷ്യോ 6 അങ്ങനെ എറേഷ്യം ഹോൾഡേഷൻ എന്നാണ് എറേഷ്യം എം എന്നാണ്. ഒന്നുകൂടി 1 ക്യൂബിന് 1 എന്ന് എഴുതാം മൈനസ് 3 1 സ്ക്വയർ 1 ഇപ്പോൾ 3 ഇൻറ്റു 1 3 മൈനസ് 3 സൈൻ സ്ക്വയർ എക്സ് അപ്പോൾ മൈനസ് 3 സൈൻ സ്ക്വയർ എക്സ് പ്ലസ് ഇടുക 3 ഇൻറ്റു 1 3 തന്നെ സൈൻ സ്ക്വയറിൻ്റെ സ്ക്വയറാണ് സൈൻ റേഷ് 4 ഏറേഷ്യം ഹോൾഡേഷൻ ഏറേഷ്യം എം എന്നാണ്. അപ്പോൾ 3 സൈൻ റേഷ് 4x പിന്നെ മൈനസ് ഇടുക മൈനസ് ഇട്ടിട്ട് സൈൻ സ്ക്വയറിൻ്റെ ഒരു ക്യൂബ് തന്നെ സൈൻ റേഷ്യോ 6 ഏറേഷ്യം ഹോൾഡേഷൻ ഏറേഷ്യം എം എൻ 2 3 6 സൈൻ റേഷ്യോ 6x dx. പുറത്ത് ഡി എക്സ് അല്ല പുറത്ത് കോസസ് ഡി എക്സ് ഉണ്ട്. ഇതിൻ്റെ പുറത്ത് ഇൻറ്റു കോസെക്സ് ഡി എക്സ് ആണ്. കോസെക്സ് ഡി എക്സ് അപ്പോൾ 1 ക്യൂബിന് 1 എന്ന് എഴുതി മൈനസ് 3 സൈൻ സ്ക്വയർ എക്സ് എന്ന് എഴുതി പിന്നെ 3 ഇൻറ്റു സൈൻ റേഷ് 4x 3 സൈൻ 4x എഴുതി മൈനസ് ഇട്ട് സൈൻ സ്ക്വയർ ക്യൂബ് എന്ന് പറഞ്ഞാൽ സൈൻ റേഷ് 2 3 6 സൈൻ റേഷ് 6x എന്ന് എഴുതി ബ്രേക്കറ്റിൻ്റെ പുറത്ത് കോസെക്സ് ഡി എക്സ് എന്നാണ്. പുറത്തൊരു കോസെക്സ് ഡി എക്സ് അത്രയും എഴുതി. ഇനി നമ്മൾ സൈന് പുട്ട് ചെയ്യാം. സൈന് പുട്ട് ചെയ്യുമ്പോൾ ഡെറിവേറ്റീവ് കോസെക്സോട് വരുന്നുണ്ട്. സൈൻ ഡെറിവേറ്റീവാണ് കോസെക്സ് ഡി എക്സ്. അതുകൊണ്ടാണ് സൈൻ എക്സിന് പുട്ട് ചെയ്യുന്നത്. ഇത് ഫുള്ള് സൈനിലേക്ക് വന്ന് സൈൻ എക്സിന് പുട്ട് ചെയ്യാം. സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? കോസെക്സ് ഡി എക്സ് സീക്കൽ ഡി ടി ഇങ്ങോട്ട് തന്നെ വരിക. ഇൻ്റഗ്രൽ ഓഫ് 1 മൈനസ് 3 സൈൻ ടി ആണ്. അപ്പോൾ സൈൻ സ്ക്വയർ ആകുമ്പോൾ 3t സ്ക്വയർ ഉണ്ടാവും. 3 ഇൻറ്റു സൈൻ റേഷ് 4 എന്ന് പറയുമ്പോൾ ടി റേഷ് 4 ഉണ്ടാവും. സൈൻ റേഷ് 6 എന്ന് പറയുമ്പോൾ ടി റേഷ് 6 ഉണ്ടാവും. ഇൻറ്റു കോസസ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ ഡി ടി ആണ്. ഇൻറ്റു ഡി ടി ഇതിനൊരു ഇൻറ്റഗ്രേഷൻ നടത്താനേ ഉള്ളൂ. 1 ഇൻറ്റു ടി 1ന് സാധാരണ എക്സ് ഉണ്ടാവും. 1ന് ഇൻറ്റഗ്രൽ ഡി എക്സിലാകുമ്പോൾ എക്സ് ആണ്. അത് ഡി ടിയിലാവുകൊണ്ടാണ് ടി എന്ന് എഴുതി. മൈനസ് 3 ഇൻറ്റു ടി സ്ക്വയറിൻ്റെ ഇൻറ്റഗ്രൽ ടി ക്യൂബ് ബൈ 3 പ്ലസ് 3 ഇൻറ്റു ടി റേഷ് 4 ടി റേഷ് 5 ഡിവൈഡ് ബൈ 5 മൈനസ് 6 ടി റേഷ് 7 ഡിവൈഡ് ബൈ 7 പ്ലസ് സി ഉണ്ടാവും. 3 വേണമെങ്കിൽ വെട്ടാം. ഇനി അവസാനം ടീൻ്റെ വില കൊടുത്താൽ ആൻസറായി. ടീൻ്റെ വില എന്ന് പറഞ്ഞാൽ സൈനാണ്. അപ്പോൾ സൈൻ എക്സ് മൈനസ് 3 ഇവിടെ വെട്ടാം. പിന്നെ ടീൻ്റെ ക്യൂബാണ്. ടി എന്ന് പറഞ്ഞാൽ സൈൻ എക്സ്. അപ്പോൾ സൈൻ എക്സ് റേഷ് 3 എന്നോ അല്ലെങ്കിൽ സൈൻ ക്യൂബ് എക്സ് എന്നൊക്കെ എഴുതാം. ഇവിടെ എത്തി.
3 ഇൻറ്റു ടി റേഷ്യോ 5 എന്ന് പറഞ്ഞാൽ സൈൻ റേഷ്യോ 5 ബൈ 5 മൈനസ് ടി റേഷ്യോ 7 അതാണ് ടി തന്നെ സൈൻ, അപ്പോൾ സൈൻ്റെ റേഷ്യോ 7 സൈൻ റേഷ്യോ 7x ബൈ 7 പ്ലസ് സി. ഒന്നുകൂടിയും നമ്മൾ സൈൻ എക്സിന് ടി എന്ന് പുട്ട് ചെയ്യാം. അപ്പോൾ സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവാണ് കോസ് എക്സ്. കോസ് എക്സ് ഡി എക്സ് ഡി ടി എന്ന് എഴുതാം. അങ്ങോട്ട് വരിക 1 മൈനസ് 3 ഇൻറ്റു സൈൻ സ്ക്വയർ ആകുമ്പോൾ ടി സ്ക്വയർ എന്നായി. സൈൻ എക്സിനാണ് ടി, ഇവിടെ സൈൻ സ്ക്വയർ ആകുമ്പോൾ ടി സ്ക്വയർ 1 മൈനസ് 3 ടി സ്ക്വയർ പ്ലസ് 3 ടി റേഷ്യോ 4 സൈൻ ടി ആണ്. സൈൻ എക്സ് ടി സൈൻ റേഷ്യോ 4 ആകുമ്പോൾ ടി റേഷ്യോ 4 മൈനസ് ടി റേഷ്യോ 6 ഡി ടി. ഇവിടെ എത്തിയതിന് ശേഷം ഇനി എന്താണ്, ഇനി ഇൻ്റഗ്രേഷനാണ്. 1ൻ്റെ എക്സ് ആണ് സാധാരണ ഡി എക്സിലാണെങ്കിൽ ഡി ടിയിലാവുകൊണ്ട് ടി 1 ടി മൈനസ് 3 ഇൻറ്റു ടി സ്ക്വയറിൻ്റെ ഡി ക്യൂ ബൈ 3 പ്ലസ് 3 ഇൻറ്റു ടി റേഷ്യോ 4ൻ്റെ ടി റേഷ്യോ 5 ഡിവൈഡ് ബൈ 5 ടി റേഷ്യോ 5 ഡിവൈഡ് ബൈ 5 മൈനസ് ടി റേഷ്യോ 6ൻ്റെ ടി റേഷ്യോ 7 ബൈ 7. ഇതൊക്കെ നമുക്ക് അറിയുന്നതന്നെയാണ്. അവസാനം ടിക്ക് പകരം സൈൻ എക്സിന് കൊടുക്കുക. ഇപ്പോൾ ടിക്ക് പകരം ഇവിടെ സൈൻ എക്സ് മൈനസ് 3 വെട്ടിയാൽ പിന്നെ ടി ക്യൂബ് എന്നേ ഉള്ളൂ. അതായത് ടിക്ക് സൈൻ എക്സ് എന്നാണ് കൊടുക്കുന്നത്. അപ്പോൾ സൈൻ എക്സിൻ്റെ ക്യൂബ് അല്ലെങ്കിൽ സൈൻ ക്യൂബ് എക്സ് എന്ന് എഴുതാം. ഇവിടെ എത്തി 3 ഇൻറ്റു ടി റേഷ്യോ 5 ടി എന്ന് പറഞ്ഞാൽ സൈൻ എക്സ് ആണ്. ഇപ്പോൾ 3 ഇൻറ്റു സൈൻ എക്സ് റേസ് ടു 5 അല്ലെങ്കിൽ സൈൻ റേഷ്യോ 5x ഡിവൈഡ് ബൈ 5 മൈനസ് ടി റേഷ്യോ 7 എന്ന് പറയുമ്പോൾ സൈൻ റേഷ്യോ 7x ബൈ 7 പ്ലസ് സി. ഇവിടെ സൈൻ എക്സിൻ്റെ ടി എന്ന് കൂട്ടി ചെയ്യുക. സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവാണ് കോസ് എക്സ് ഡി എക്സ് ഡി ടി എന്ന് എഴുതുക. അപ്പം അങ്ങനെയാണ് ഈ സ്റ്റെപ്പ് കിട്ടി. ഇവിടുത്തതിന് ശേഷം നമ്മൾ സൈനിൻ്റെ സ്ഥാനത്ത് ടി കൊടുക്കുക. അപ്പോൾ 1 മൈനസ് 3 ടി സ്ക്വയർ പ്ലസ് 3 ടി റേഷ്യോ 4 മൈനസ് ടി റേഷ്യോ 6 ഇൻറ്റു കോസ് എക്സ് ഡി എക്സ് ഡി ടി ആവുകൊണ്ട് ഇൻറ്റു ഡി ടി എന്ന് എഴുതാം. ഇനി ഇവിടെ ഇൻ്റഗ്രേഷനാണ്. 1ൻ്റെ സാധാരണ ഡി എക്സിലാകുമ്പോഴാണ് എക്സ്, ഇവിടെ ഡി ടിയിലാവുകൊണ്ട് ടി 1 ടി മൈനസ് 3 ഇൻറ്റു ടി സ്ക്വയർ ഡി ക്യൂ ബൈ 3 പ്ലസ് ടി റേഷ്യോ 4ൻ്റെ ടി റേഷ്യോ 5 ബൈ 5 മൈനസ് ടി റേഷ്യോ 6ൻ്റെ ടി റേഷ്യോ 7 ഡിവൈഡ് ബൈ 7 പ്ലസ് സി എന്ന് എഴുതാം. ഈ 3 വിട്ട് അവസാനം ടീൻ്റെ അവരെ മാറ്റി കൊടുക്കുന്നതുകൊണ്ട് കഴിഞ്ഞ്. ടി എന്ന് പറഞ്ഞാൽ ഇവിടെ സൈൻ ആവുകൊണ്ട് ഇവിടെ ടി സൈൻ എക്സ് മൈനസ് ഇത് ടി ക്യൂബ് എന്നേ ഉള്ളൂ. ടി സൈൻ എക്സ് ആവുകൊണ്ട് സൈൻ എക്സിൻ്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ സൈൻ ക്യൂബ് എക്സ് എന്ന് എഴുതിയാൽ മതി. അല്ലെങ്കിൽ സൈൻ എക്സിൻ്റെ ക്യൂബ് എന്ന് എഴുതിയാൽ പ്രശ്നമൊന്നുമില്ല. ഇവിടെ എത്തി പ്ലസ് 3 ടി റേഷ്യോ 5 എന്ന് പറയുമ്പോൾ സൈൻ റേഷ്യോ 5x പിന്നെ ഡിവൈഡ് ബൈ 5 മൈനസ് ടി റേഷ്യോ 7 എന്ന് പറയുമ്പോൾ സൈൻ റേഷ്യോ 7x ഡിവൈഡ് ബൈ 7 പ്ലസ് സി. ഇതാണ് ക്വസ്റ്റ്യൻ നമ്പർ 100. സൈൻ എക്സ് മൈനസ് സൈൻ ക്യൂബ് എക്സ് പിന്നെ 3 സൈൻ റേഷ്യോ 5x ബൈ 5 മൈനസ് സൈൻ റേഷ്യോ 7x ഡിവൈഡ് ബൈ 7 പ്ലസ് ഇതാണ് ക്വസ്റ്റ്യൻ. പിന്നെ അപ്പം പരമാവധി എഴുതി പഠിക്കാം. അങ്ങനെ എഴുതി പഠിച്ചാൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. മാക്സിമം ഈ ഏരിയ എന്ന് പറഞ്ഞാൽ ഈ എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻ്റെ ഒരു ഈ 4-5 ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തതിൽ എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ടൈപ്പ് പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യനാണ്. നന്നായി എഴുതി പഠിക്കണേ, നന്നായി പഠിക്കാം. ഓക്കെ.